സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനെട്ടിലേക്ക് സ്വാഗതം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ആവർത്തനം 31 അതിൻ്റെ 8-ാമത്തെ വാക്യം. മോശയെയും കഷ്ടതകളും കലഹങ്ങളും നേരിട്ടു. എങ്കിലും ദൈവത്തിൽ സാന്നിധ്യം തന്നോടൊപ്പമുണ്ടെന്ന് അവനറിയാമായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ നേതൃത്വം യോശുവയ്ക്ക് കൈമാറിയപ്പോൾ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ ആ യുവാവിനോട് അവൻ പറഞ്ഞു, കാരണം നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ പോയിരുന്നു. ആവർത്തനം 31 അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ച് അതിനെ കീഴടക്കുമ്പോൾ ഭയാനകമായ ശത്രുക്കളെ നേരിടേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. മോശയെ യോശുവയോട് പറഞ്ഞു, നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. വീണുപോയ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് പ്രയാസങ്ങളും കലഹങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ നമ്മെ ആശ്വസിപ്പാനും പ്രോത്സാഹിപ്പാനും നമ്മോടൊപ്പം ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾ പരിശോധനകൾ സഹിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? ദൈവത്തിൻ്റെ വിശ്വസ്ത കഥകൾ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാകും? പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എനിക്ക് നിരുത്സാഹപ്പെടുത്തുവാൻ നിരാശ അനുഭവപ്പെടുമ്പോൾ അത് അങ്ങ് എന്നെ ഒരിക്കലും കൈവിടുകയില്ലെന്ന് അങ്ങയുടെ ആത്മാവിലൂടെ ദയവ് എന്നെ ഓർപ്പിപ്പിക്കണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാണ് ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.